ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവമൊക്കെ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പാലക്കാട്ടെ സ്വയം സേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, BJP പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി, സാമൂഹ്യ മാധ്യമങ്ങൾ വേട്ട. ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല. പക്ഷേ ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് BJP നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ. 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. UAPA ചുമത്തിയ കേസിൽ 17 പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി? പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ, ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണുകയല്ല, സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്രമാത്രം കോടതിയിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ അവർക്കറിയാം. ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി BJPയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല? എങ്ങനെ 17 UAPA ചുമത്തിയ കേസ് നിങ്ങൾ ആലോചിക്കണം. നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ 2047 ഒരു ഡോക്യുമെന്റ്, 2047 വിഷൻ എന്ന ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് പോലും ഈ വിധി പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം. ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റൈസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളമുണ്ട്? നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത്? ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത്? നിങ്ങൾ ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം. ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം. തൊട്ട് തലേന്ന്, അതായത് ശ്രീനിവാസൻ വധത്തിന് തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള RSSന്റെ ജില്ലാ സഹകാര്യവാഹി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ബലിദാനികളെ ഒറ്റിക്കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കേണ്ട. ഒറ്റുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. ആ വിധി പകർപ്പെടുത്തൊന്ന് വായിച്ചു നോക്കി. ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞിട്ടില്ല, സംഘടനയ്ക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.